ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നൊരു ബജ്ജിയാണ്, മുളക് ബജ്ജി. നിങ്ങൾ പലതരത്തിലുള്ള ബജ്ജികൾ കഴിച്ചിട്ടുണ്ടാവും അല്ലേ? എന്നാൽ ഈ മുളക് ബജ്ജി ഞാനൊരു വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബജ്ജി ഉണ്ടാക്കാൻ എടുക്കുന്ന ഇതുപോലത്തെ മുളകുകളാണ്. ഇത് തണ്ടോടുകൂടി തണ്ട് കളയാതെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഞെടുപ്പ് കളയാതെ എടുക്കണം. അതിനുശേഷം അറ്റം കുറച്ച് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ നടുവേ പിളർന്ന് അകത്തെ ഈ മുളകിൻ്റെ അരിയും ആ വെളുത്തിരിക്കുന്ന ആ ഒരു സാധനം, അതാണ് എരിവുണ്ടാക്കുന്നത്. അതെല്ലാം നമുക്ക് നന്നായിട്ടൊരു സ്പൂൺ കൊണ്ട് ചിരണ്ടി കളയണം. ഇനി കുറച്ച് എരിവ് ഇഷ്ടമുള്ളവർ അത് കളയണമെന്നില്ല കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് വിനാഗിരി ഉപ്പിട്ട വെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്ത് വെച്ച് അതിൻ്റെ അകത്ത് എരിവ് കംപ്ലീറ്റ് അങ്ങ് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ആ സമയത്ത് നമുക്കൊരു കുക്കറിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് ഉപ്പിട്ട് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വരുമ്പോൾ ഇത് വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് ഇതേ കുറച്ച് മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗാർലിക് എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ ഇടുന്നതുകൊണ്ടാണ് കേട്ടോ ഗാർലിക് എടുത്തിരിക്കുന്നത്. പിന്നെ ചോപ്പ് ചെയ്ത് ഒരു സവാള, ഒരെണ്ണം മതി, കുറച്ച് സവാള ആവശ്യമുള്ളൂ. പിന്നെ അത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുമാതിരി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുക. വേറെ മസാല ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാനിവിടെ സോസേജ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുനുകുനാന്ന് കൊത്തി അരിഞ്ഞ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് സോസേജ് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി വെജ് മതിയവർക്ക് എന്തെങ്കിലും വെജിറ്റബിളൊക്കെ ഇട്ടാലും നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ എന്തായാലും പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സോസേജ് ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചിക്കൻ വേണേൽ ചിക്കൻ ഇടാം, ടൂണ വേണേൽ ടൂണ ഇടാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മുളപ്പിച്ച പയറും കൂടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഈ പൊട്ടറ്റോ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് എല്ലാം കൂടെ കൂടി യോജിപ്പിച്ചെടുക്കുക. നമ്മൾ വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച് ഈ മുളക് വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ മസാലക്കൂട്ട് നന്നായിട്ട് ഇതിൻ്റെ അകത്ത് നിറച്ച് കൊടുക്കണം. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ ഇതിനകത്തേക്ക് പച്ചമുളകോ മുളക് പൊടി എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. പക്ഷേ വേറെ മസാലകളൊന്നും ചേർക്കല്ല, അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് എല്ലാത്തിലേക്കും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഇങ്ങനെ തുറക്കുമ്പോഴേക്കും ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം ഇത് മുളകിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചീസ്, ഞാനിവിടെ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് ക്യൂബ്സ് വേണമെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം. എന്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് ചീസ് വേണ്ടെങ്കിൽ ചീസ് വെക്കണ്ട കേട്ടോ. പിന്നെ ഇതുപോലത്തെ സമോസ ഷീറ്റ് അല്ലെങ്കിൽ സ്പ്രിങ് റോൾസിൻ്റെ ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് വെച്ച് റാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ കടലമാവ് ബാറ്റർ ഉണ്ടാക്കി അതിൽ മുക്കിയാണ് പൊരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതാകുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈസിയാണ്. ഇതുപോലെ നമുക്ക് ഷീറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനെ ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് കോൺഫ്ലവർ വെച്ചിട്ട് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. എല്ലാ വശവും നന്നായിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്യണം, നന്നായിട്ട് ഫോൾഡ് ചെയ്യണം. ഇല്ലെങ്കിൽ അകത്തെ ചീസും എല്ലാം കൂടെ വന്ന് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിട്ട് കൊടുക്കാം. ഡീപ് ഫ്രൈ ചെയ്യണമെന്നില്ല കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുത്ത് നമുക്ക് തിരിച്ച് മറിച്ചു വിട്ട് വേവിച്ചെടുത്താൽ മതി. ഡീപ് ഫ്രൈ ചെയ്യുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചീസാണ് നമ്മൾ സൂക്ഷിക്കണം, പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും നന്നായിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ഇനി ഇതിനെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് തിരിച്ച് മറിച്ചു വിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് കളർ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ഇത് കുക്കായിട്ടുണ്ടാവും. ഒത്തിരി തീ ഇട്ട് കൊടുക്കില്ല, അപ്പം പുറമേ കരിഞ്ഞു പോവും, നമ്മുടെ മുളക് വേകാതെ പോവും. അതുകൊണ്ട് കുറഞ്ഞ തീയിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. നമ്മളിതിൽ നിന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റി നമ്മുടെ മുളക് ബജ്ജി റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള അകത്ത് നല്ല ചീസി ആയിട്ടുള്ള ഒരു മുളക് ബജ്ജിയാണ്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് നമുക്ക് ഇതിനകത്ത് ഫില്ലിങ് നമുക്ക് ഇഷ്ടമുള്ളത് വെക്കാം കേട്ടോ. എന്ത് വേണമെങ്കിലും വെക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ചീസും സോസേജും ഒക്കെ പിള്ളേർക്ക് ഇഷ്ടമാകുന്ന അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇതിനൊട്ടും എരിവില്ല കേട്ടോ. ഒരു തരി പോലും എരിവില്ലാത്തൊരു മുളക് ബജ്ജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ എരിവിന് വേണ്ടതായ എന്തെങ്കിലും കുരുമുളക് പൊടിയോ എന്തെങ്കിലും ചേർക്കാവുന്നതാണ്. ചില്ലി ഫ്ലേക്സ് എന്തെങ്കിലും ചേർത്തും നിങ്ങൾക്ക് ഇതുപോലെ ബജ്ജി ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഇതുപോലെ വ്യത്യസ്തമായ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസുമായിട്ട് ഞാൻ ഇനിയും വരാം. അതുവരേക്കും ബൈ ബൈ.